ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മustha. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കണ്ടതുപോലെ തന്നെ NCERTക്ക് വേണ്ടിയുള്ള ഒരു UPSC, KAS തുടങ്ങിയ എക്സാമുകളൊക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ UPSCക്കും ബാധകമാണ്. അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു NCERTയുടെ ക്രാഷ് കോഴ്സ് നടത്തുന്നത്, അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം NCERT എന്ന് പറയുന്നത് 2 എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫൗണ്ടേഷൻ ആണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ NCERT കവർ ചെയ്യാന്നുള്ളത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ ആവശ്യമാണ്. എന്തുകൊണ്ടൊക്കെ NCERT ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള NCERT സെൽഫായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ഏരിയാസ് വിട്ടുപോവുകയും പ്രധാനപ്പെട്ട മനസ്സിലാവാതിരിക്കുകയും പ്രശ്നമൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നമൊക്കെ പരിഹാരമുള്ള രീതിയിലാണ് നമ്മുടെ NCERT ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. പുതിയ ബാച്ചിലോട്ട് ഇപ്പം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ച് തുടങ്ങാൻ പോവാണ് ഈ നെക്സ്റ്റ് മന്ത് മുതൽ. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന, അതിന്റെ ഫീസ് 5,000 ആണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികൾ സ്പെഷ്യൽ ഓഫറിൽ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വെറും 1999 രൂപക്ക് നിങ്ങൾക്ക് NCERT ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 6th to +2 വരെയുള്ള എല്ലാ സബ്ജക്റ്റും, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, അങ്ങനെ തുടങ്ങിയ ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ അതുപോലെ തന്നെ സോഷ്യോളജി, പിന്നെ ബേസിക് സയൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ക്ലാസ് മാത്രമല്ല, വളരെ ഡീപ്പായിട്ട് ഓരോ സബ്ജക്റ്റും ഓരോ ചാപ്റ്റർ വൈസ് വളരെ ഡീപ്പായിട്ട് ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള UPSC, KAS എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള വളരെ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് അതിന്റെ ഭാഗമായിട്ട് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഓരോ സബ്ജക്റ്റ് കൂടെയും മെയിൻസിന്റെയും പ്രിലിംസിന്റെയും മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി UPSC ചോദിച്ച, KAS ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത് വളരെ സ്മാർട്ടായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകുന്ന പ്രോഗ്രാമാണ് നമ്മുടെ NCERT ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഉടൻ തന്നെ ആ ഓഫറിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഉടൻ തന്നെ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം, സ്ക്രീനിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. എന്നതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പറേഷനിൽ സഹായകമാവും തോന്നുന്നതാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ലൈവ് ക്ലാസ് ആണ്, ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. പ്ലസ് അതിന് കൂടെ റെക്കോർഡിംഗ് ഉണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും മറ്റുള്ള. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും റിവിഷൻ ആയിട്ട് എടുത്ത് കാണണമെങ്കിൽ നെക്സ്റ്റ് ഇയേഴ്സിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ അൺലിമിറ്റഡ് വാലിഡിറ്റിയോട് കൂടിയുള്ള റെക്കോർഡിംഗും അതിന്റെ കൂടെ എന്ത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് പ്രിലിംസ് ക്രാഷ് കോഴ്സ്, NCERT ക്രാഷ് കോഴ്സ് എന്ന് പറയും. താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം NCERT എന്ന് പറയുന്നത് NCERT അല്ലെങ്കിൽ SCERT കേട്ടോ, NCERT, SCERT അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ നിർബന്ധമായിട്ട് പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ വായിക്കണം. ഇപ്പൊ നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ കൊടുത്ത് മുകളിൽ നല്ല ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബുർജ് ഖലീഫ മുകളിലോട്ട് 1000 മീറ്റർ ഉണ്ടാക്കുന്നത് താഴോട്ട് എത്ര മീറ്റർ ഉണ്ടാക്കി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ UPSC വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ അതിൽ നേരിട്ട് സബ്ജക്റ്റിലോട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് പല ആളുകൾക്കും സബ്ജക്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റാതിരിക്കുക, മനസ്സിലാവാതിരിക്കുക, ഇതെന്നെ കൊണ്ട് നടക്കൂലാന്ന് തോന്നുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്ത ഉണ്ടാവുന്ന, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ വ്യക്തമായ ഒരു ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യാതെ ഇതിലേക്ക് പോകുന്നതിന്റെ കാരണങ്ങളാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ സീരിയസ് ആയി പ്രിപ്പറേഷൻ തുടങ്ങുന്നവർക്കും, ഇനി അതല്ല ഡിഗ്രിയുടെ കൂടെ +2 സമയത്തൊക്കെ തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ NCERT ഫസ്റ്റ് മുതലേ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും കൂടി നമ്മൾ എക്സ്ട്രാ ഒരു ബോണസ് ആയിട്ട് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 ഇയർ കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഈ എക്സാമ്പിൾക്കൊക്കെ എന്ന് പറയുന്നത് NCERT നല്ലൊരു ഫൗണ്ടേഷൻ NCERT ആവശ്യമാണ്. മാത്രമല്ല NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് UPSC ഒരുപാട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലം തന്നിട്ട്, എന്താണ് കാഞ്ചനപ്പള്ളി, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ആ സ്ഥലം എന്തുമായി ഫേമസ് ആയിരുന്നു? 6ാം ക്ലാസ്സിലെ NCERT സോഷ്യൽ സയൻസ് NCERT ഡയറക്റ്റ് UPSC ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഇരുന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് ഇത് അമൃത്സർ ബംഗ്ലാ എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ഇരുന്നിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. അതുകൂടാതെ മറ്റുള്ള +1 ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റും. അതുകൊണ്ട് നല്ല രീതിയിൽ NCERT നിങ്ങൾക്ക് പഠിക്കാന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാനും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ NCERT ഇനിയിപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ NCERT പഠിക്കാതെ വായിക്കാതെ ഒരിക്കലും പ്രിപ്പറേഷൻ കൊണ്ടുപോകരുത്. NCERT കൂടെ മറ്റൊന്നും പഠിക്കാം, NCERT പഠിക്കാം, എന്നാലും പ്രശ്നമില്ല. NCERT നിർബന്ധമായിട്ട് എത്ര സമയം എടുത്താലും എത്ര ടഫ് ആണെങ്കിലും നിങ്ങൾ അത് കവർ ചെയ്യണം. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, 6th to +2 വരെയുള്ള എല്ലാ NCERTകളും, മാത്സോ ഇംഗ്ലീഷൊന്നും വേണമെന്നില്ല, അതല്ലാത്ത സബ്ജക്ട് വൈസ് ആയിട്ടുള്ള NCERTകൾ നിർബന്ധമായിട്ട് കവർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ 100% സഹായിക്കുന്ന ഒരു കോഴ്സാണ്, പ്രോഗ്രാമാണ് നമ്മുടെ NCERT ക്രാഷ് കോഴ്സ് എന്നുള്ളത്. അപ്പൊ താല്പര്യമുള്ള ഉടൻ ബന്ധപ്പെടാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അത് കൂടാതെ ഇനി NCERT മുതൽ തുടങ്ങി UPSC അവസാനം വരെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഫൗണ്ടേഷൻ +PCM എന്ന് പറയും.
അപ്പോൾ ഫൗണ്ടേഷൻ മുതൽ തുടങ്ങും. ഫൗണ്ടേഷൻ NCERT മുതൽ തുടങ്ങി PCM പ്രിലിംസ് കം മെയിൻസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അത് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് പഠനം UPSC നടത്താവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ NCERT-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പറിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇത് കൂടാതെ NCERT എങ്ങനെ വായിക്കണം, ഏതൊക്കെ NCERT-കൾ വായിക്കണം, NCERT എങ്ങനെ നോട്ട്സ് നേടാൻ തുടങ്ങിയ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് അത് പറയാതിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യണം, ഈ പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അത്തരത്തിൽ UPSC മെമ്പറുടെ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ്, എക്സാമിന്റെ പോയിന്റുകൾ, കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.